ഫിദ മാഡം, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇവൾക്ക് വേണ്ടി ഇതിപ്പോ ചെയ്തേ പറ്റൂ. കേട്ടോ പ്രിയങ്ക, മനുഷ്യത്വം എന്താണെന്നുള്ളതാ അവളിപ്പോ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈയൊരു തെറ്റ് അവൾ നിന്നോട് ക്ഷമിക്കുമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രിയങ്കയോട് വ്യക്തമായിട്ട് പറയാം. എന്റെ കുഞ്ഞിനെ ഇനി ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചു എന്നറിഞ്ഞാൽ അതിന്റെ പ്രതികരണം വളരെ രൂക്ഷമായിരിക്കും. ഒരിക്കലും പൊറുക്കില്ല ഞാൻ. സർ, ഇപ്പൊ ഇവിടെ സംഭവിച്ചത് നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. മറ്റാരും അത് അറിഞ്ഞിട്ടില്ല. ആരോടും പറയരുത്. പ്രിയങ്കയ്ക്ക് മാപ്പ് കൊടുക്കണം. സർ പ്ലീസ്. ഓക്കെ, രാധിക പറഞ്ഞതുണ്ട്. പ്രത്യേകിച്ച് രാധിക ശ്യാമ മേഡത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയായതുകൊണ്ട് ഒരേ ഒരു തവണത്തേക്ക് ഞങ്ങൾ ക്ഷമിക്കുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അഭിനയിക്കുന്ന ഓരോ നിമിഷവും അത് രാധികയുടെ ദാനമാണെന്ന് പ്രിയങ്ക മനസ്സിലാക്കണം. മനസ്സിലായോ? പ്രിയങ്ക, അഹങ്കാരവും ധിക്കാരവും ഉള്ള ഒരു ആർട്ടിസ്റ്റോടും ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഞാൻ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ. വാസം, മോളെ, എന്നെന്തേലും ചെയ്തില്ലാതാക്കാൻ നോക്കുമ്പോ അച്ഛനും അമ്മയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടാവണം കേട്ടോ. മോളെ, സ്റ്റുഡിയോയിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. ചിലപ്പോ പിച്ച മാന്ത ഒക്കെ ചെയ്യും. അപ്പൊ കുട്ടികളൊക്കെ എന്നോട് ചോദിക്കും, ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ ശ്യാമ മേഡം നിന്റെ അമ്മയാണോന്ന്. അല്ല, അയ്യോ മാഡം,
ഞാൻ കുറെ സംസാരിച്ച് ബുദ്ധിമുട്ടിച്ചോ? ഏയ് ഇല്ല മോളെ, ഞാൻ കേട്ടോണ്ടിരിക്കായിരുന്നു. ആ പിന്നെ ശ്യാമ മാഡം അതിന്റെ പേര് പാടാൻ വേണ്ടി പറഞ്ഞെന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി. അതിനൊക്കെയുള്ള പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ടോന്ന്. ചെയ്തിട്ടുണ്ട്. നിന്റെ ജന്മം അങ്ങനെയാ. എന്താ മാഡം? അല്ല, ഓരോരുത്തർക്കും അവരുടെ ജന്മത്തിൽ ഓരോ കർത്തവ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ചിലപ്പോ നേരത്തെ, ചിലപ്പോ കുറെ കാലം കഴിഞ്ഞ്. കുട്ടിയുടെ ഭാവി ഇതിലായിരിക്കും. ആ മാഡം, ഒരു കാര്യം കൂടി. എന്താ? എന്തെങ്കിലും എനിക്ക് മാഡത്തിനൊന്ന് നേരിൽ കാണാൻ പറ്റുമോ? ഒന്ന് അടുത്ത് നിൽക്കാൻ പറ്റുമോ? അതിനെന്താ മോളെ, ഒരുപാട് വൈകാതെ നമുക്ക് കാണാം. ഓയ്യോ, എന്നാ ശരി മാഡം, ഞാനിനി ബുദ്ധിമുട്ടിക്കുന്നില്ല. ശരി. ആ